ഹായ് എവരിവൺ, അപ്പം വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്ന് ഈ 2024 വോക്സ് വാഗൺ ഗോൾഫ് ആറിൻ്റെ ഒരു ഇൻടേക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ കാറിലിപ്പം ഓൾറെഡി കുറച്ച് മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ എയർ ഇൻടേക്ക് കയറ്റാൻ പോകണം. അപ്പോൾ നമ്മൾ ഇൻറ്റിഗ്രേറ്റഡ് എഞ്ചിനീയറിങ്ങിൻ്റെ ഇൻടേക്ക് വെക്കാൻ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. പാർട്സും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിരിപ്പുണ്ട്. ഇതാണ് ഐയുടെ ഇൻടേക്സ് വരുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ ഇൻടേക്ക് പൈപ്പും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. അത്യാവശ്യം ഹൈ ക്വാളിറ്റി പാർട്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഗോൾഫ് ആറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് 2 ലിറ്റർ ടർബോ ചാർജ് 4 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. ഓൾമോസ്റ്റ് 330 ഹോഴ്സ് പവർ പുഷ് ചെയ്യുന്നുണ്ട് വണ്ടി, വിത്ത് ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം. ഇതെന്ന് പറഞ്ഞൊരു പോക്കറ്റ് റോക്കറ്റ് എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്നൊരു കാറാണ്. ഡ്രാഗ് സ്ട്രിപ്പിലൊക്കെ ഇറക്കിയിട്ട് വണ്ടിക്ക് വീൽ സ്പിനോ കാര്യങ്ങളൊന്നുമില്ല, ഹുക്സ് ആൻഡ് ഗോസ് ആണ് വണ്ടി. അപ്പോൾ കാറിലിപ്പം കുറച്ച് മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടിയിൽ AWൻ്റെ ഫുൾ സിസ്റ്റം ക്യാറ്റ് ബാക്ക് എക്സോസ്റ്റാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം ഡീപ്പർ നോട്ടും കാര്യങ്ങളൊക്കെയാണ്. ടിപ്പിൻ്റെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സൈസുള്ള ടിപ്പും കാര്യങ്ങളൊക്കെയാണ്. ക്വാഡ് ടിപ്പാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു അഗ്രസീവ് ലുക്കാണ്. അപ്പോൾ ഇതാണിപ്പം നിലവിലുള്ള നമ്മുടെ എൻജിൻ ബേ വരുന്നത്. സ്റ്റോക്കാണ്. എക്സോസ്റ്റിൻ്റെ കാര്യം വിട്ട് ക്യാറ്റ് ബാക്ക് സിസ്റ്റം കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻജിൻ ബേ കാര്യങ്ങളെല്ലാം സ്റ്റോക്കാണ് നിലവിൽ. സ്റ്റോക്ക് എയർ ബോക്സും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യണം. അതുപോലെ സ്റ്റോക്ക് ഇൻടേക്ക് പൈപ്പ് മാറ്റണം. അതുപോലെ ഈ ഒരു പീസ് വരുന്നത് എയർ സക്കിൻ ചെയ്യുന്ന ഭാഗമാണ്, ഇതും നമുക്ക് റിമൂവ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ ഇൻടേക്ക് സ്കൂപ്പിൻ്റെ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് റിമൂവ് ചെയ്യണം. ഇവിടെ ഒരു കൂളൻ ലൈൻ വരുന്നുണ്ട്, ആ കൂളൻ ലൈൻ വിടിച്ച് മാറ്റി വെക്കണം. പിന്നെ ഇവിടെ 2 ടോർക്ക് സ്ക്രൂ വരുന്നുണ്ട്, അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇൻടേക്ക് സ്കൂപ്പ് പോരേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഫാക്ടറി സ്റ്റോക്ക് ഇൻടേക്ക് ബോക്സും അതിൻ്റെ സ്കൂപ്പും കാര്യങ്ങളെല്ലാം നമ്മൾ റിമൂവ് ചെയ്തു. അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല സ്പേസും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻടേക്ക് പൈപ്പ് റിമൂവ് ചെയ്യണം. അതിന് അവിടെ ഒരു 2 ടോർക്ക് സ്ക്രൂ ഉണ്ട്. ഒരു ക്ലാമ്പ് പിടിച്ച് കഴിഞ്ഞാൽ അത് ഊരി പോകേണ്ടതാണ്. വെരി മച്ച് സ്ട്രെയിറ്റ് ഫോർവേഡ് ജോബാണ്. ഒരു ഹാഫ് ആൻ അവറിൽ കാര്യങ്ങളെല്ലാം തീരേണ്ടതാണ്. ഇപ്പം ഇതിൻ്റെ എൻജിനും ഇവിടെ ടർബോയും കാര്യങ്ങളൊക്കെ ഈ എൻജിൻ്റെ നേരെ ബാക്കിൽ ഇരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. ഇൻടേക്ക് നേരെ കയറുന്ന ബോർഡ് കോൾ സൈഡിലേക്കാണ്. അപ്പോൾ നമ്മൾ ഇൻടേക്കിൻ്റെ ലാസ്റ്റ് പീസായിട്ടുള്ള ഈ ഒരു ടർബോയിലേക്ക് കയറുന്ന ഇൻടേക്ക് മാനിഫോൾഡുമായിട്ട് ഇൻടേക്ക് പൈപ്പുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പീസ് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ സ്റ്റോക്ക് പൈപ്പും എല്ലാം റിമൂവ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ വന്നിരിക്കുന്ന ഇൻറ്റഗ്രേറ്റഡ് എഞ്ചിനീയറിങ്ങിൻ്റെ പുതിയ പാർട്സ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. വലിയ പാട് വരേണ്ട കാര്യമില്ല. ഈ കൂളൻ്റ് ലൈൻ ചിലപ്പം റീറൂട്ട് ചെയ്യേണ്ട വരുമായിരിക്കും. നമുക്കത് ഫിറ്റ് ചെയ്ത് നോക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് റീറൂട്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നമുക്ക് നോക്കാം. അതിൻ്റെ ന്യൂ ഹോസ് വന്നിരിപ്പുണ്ട്. അപ്പോൾ ഇതാണ് ഐയുടെ ഇൻടേക്ക് പൈപ്പ് വരുന്നത്. ഇതാണ് PCയുടെ പൈപ്പ് കൊടുക്കാനുള്ള കണക്ഷൻ പോയിൻ്റ് വന്നിരിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇതൊക്കെ കറക്റ്റ് ഫിറ്റഡ് ആണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. നമുക്ക് കയറ്റി കഴിഞ്ഞ് കഴിയുമ്പം അത് പ്രോപ്പറായിട്ട് സീറ്റഡ് ആയില്ലെങ്കിൽ ബൂസ്റ്റ് ലീക്ക് കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് ഇൻടേക്ക് ട്യൂബ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തു. ഇനി ഇതിലേക്കാണ് മറ്റേ എയർ ഇൻടേക്ക് കോൺ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. വലിയ പാടൊന്നും ഉണ്ടായില്ല. ഈ താഴത്തെ ഒരു ഹോസ് കണക്ട് ചെയ്യാനായിട്ട് ഇച്ചിരി പാടായിരുന്നു. പക്ഷേ കണക്ട് ചെയ്തിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി അത് ഫുള്ള് സീറ്റഡ് ആയെന്ന് നമുക്ക് വിശ്വസിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഒരു ഹൈ ബൂസ്റ്റിലൊക്കെ തള്ളിപ്പോകാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഇതിപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ടെസ്റ്റ് റൺ ചെയ്ത് കഴിയുമ്പോൾ അറിയാം ഹൈ ബൂസ്റ്റിൽ തള്ളിപ്പോയില്ലോ എന്നൊക്കെ നോക്കാം. അപ്പോൾ ഇതാണ് ഐയുടെ ഇൻടേക്ക് ഫിൽറ്റർ വരുന്നത്. ഇതിൻ്റെ സ്കൂപ്പും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒപ്പം തന്നെ അറ്റാച്ച്ഡ് ആണ്. ഇത് സെപ്പറേറ്റ് പീസായിരുന്നു വന്നത്, നമ്മൾ മൗണ്ട് ചെയ്തതാണ്. അപ്പം ഇവിടെ ഇങ്ങനെ പ്ലേസ് ആവും. ഇവിടുന്ന് എയർ ഇൻടേക്ക് വന്ന് അത് ഇങ്ങോട്ട് ഡയറക്റ്റ് ചെയ്യും ഇൻടേക്ക് സൈഡിലേക്ക്. സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. അപ്പോൾ നമുക്ക്
ഇത് റീഡയറക്റ്റ് ചെയ്യേണ്ട വരുമോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കണം. സ്കൂപ്പും ഇൻടേക്കിൻ്റെ കോണിൻ്റെ ആ സൈഡും 1 പീസായിട്ടായിരുന്നു വന്നിരുന്നത്. അപ്പോൾ നമ്മളത് 2 പീസാക്കി. വേറൊന്നുമല്ല, ഇത് നമുക്ക് ഇൻസ്റ്റാളേഷന് കുറേ കൂടെ ഈസി ആയതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്തത്. ഈ ഇവിടെ കൂളൻ ലൈൻ വരുന്നതുകൊണ്ട് അത് നമുക്ക് ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളത് 2 സെപ്പറേറ്റ് പീസായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ പീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് വരുന്ന കോൾഡ് എയർ എല്ലാം ട്രാപ്പ് ചെയ്ത് അങ്ങോട്ട് റീഡയറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്റഡ് എൻജിനീയറിങ്ങിൻ്റെ ഇൻടേക്കും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലാമ്പുകളും കാര്യങ്ങളെല്ലാം ടൈറ്റ് ചെയ്തു, എല്ലാം ഡബിൾ ചെക്ക് ചെയ്തു. പിന്നെ ആകെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂളൻ ലൈൻ ഇവിടെ വരുന്നത് ഇതിൻ്റെ മേളിൽ കൂടിയാണ് നമുക്കിപ്പോൾ റൗട്ട് ചെയ്തിരിക്കുന്നത്. ഇവർ റീലൊക്കേഷൻ ഒരു കൂളൻ ലൈൻ അവർ തന്നിട്ടുണ്ട്, പാക്കേജിൽ വന്നിട്ടുണ്ടായിരുന്നു ഇത്. പക്ഷേ ഇതിൻ്റെ ഈ ക്ലാമ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ അത് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ അത് കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഡ്രമ്മലിൻ്റെ സ്പെഷ്യൽ ടൂൾ വേണം. അതിപ്പോൾ നമ്മുടെ കയ്യിലില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തൽക്കാലത്തേക്ക് ഇതിങ്ങനെ ലീവ് ചെയ്യുകയാണ്. ഇത് ഇൻ്റർഫിയർ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് വൺസ് ആ ടൂൾ കിട്ടി കഴിയുമ്പോൾ നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലായിട്ട് ഈ റീലൊക്കേറ്റഡ് പൈപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഇൻടേക്ക് സൗണ്ട് നമ്മൾ ഏത് മോഡിഫിക്കേഷൻ ചെയ്താലും നമ്മൾ അറ്റ് ദി എൻഡ് ഇതിൻ്റെ ഔട്ട്കം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള പാർട്ട്. അപ്പോൾ ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കേട്ട് നോക്കാം. നമ്മൾ കോൾഡ് എയർ കാര്യങ്ങളൊക്കെ ഇൻടേക്ക് ചെയ്ത് നമ്മൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് പോവാണ്. വണ്ടി ഒന്ന് പുഷ് ചെയ്ത് നോക്കണം, എന്തെങ്കിലും ബൂസ്റ്റ് ലീക്ക് കാര്യങ്ങളോ ഹോസ് വല്ലതും തള്ളിപ്പോകുന്നുണ്ടല്ലോ നമുക്ക് നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഗോൾഫ് കാർ ഓടിക്കുന്നത്. കയറി കഴിയുമ്പോൾ തന്നെ നമുക്ക് കാണാം ഇൻറ്റീരിയറൊക്കെ നൈസാണ്, കാർബൺ ഫൈബർ ഫിനിഷും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. പിന്നെ ഈ വണ്ടി സ്റ്റിക്ക് ഷിഫ്റ്റാണ്, 6 സ്പീഡ് മാനുവലാണ് വണ്ടി വരുന്നത്. പുതിയ വണ്ടികളിലൊക്കെ നമ്മളിപ്പോൾ വളരെ റെയറായിട്ടാണ് മാനുവൽ ട്രാൻസ്മിഷൻ കാണുന്നത്. അപ്പം ഈ വണ്ടിക്ക് പല ഡ്രൈവിംഗ് മോഡുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പം മോഡ് സെലക്ട് ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പം ഇതാണ് വരുന്നത്. ഇപ്പോൾ നിലവിൽ വണ്ടി കംഫോർട്ടിലാണ്. ഇപ്പോൾ നമ്മൾ സ്പോർട്ട് ഉണ്ട്, റേസ് ഉണ്ട്, കസ്റ്റം ഉണ്ട്. ഇപ്പോൾ നമ്മൾ റേസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ റേസിൽ തന്നെ പല മോഡുകളുണ്ട്, ഡ്രിഫ്റ്റ് ഉണ്ട്, സ്പെഷ്യലുണ്ട്. അപ്പം സ്പെഷ്യൽ ഇട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് ശ്രദ്ധിക്കാം വണ്ടിയുടെ RPM കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്തു. വണ്ടിയുടെ ഒരു ഓവറോൾ റെസ്പോൺസ് നമുക്ക് വ്യത്യാസം മനസ്സിലാവും. ഈവൻ ദോ നമ്മൾ ആ RPMലുള്ള ഹൈ റെബിലാണ് ഇപ്പോൾ വണ്ടി നിൽക്കുന്നത്. അതുപോലെ വണ്ടിയുടെ ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റത്തിൽ ഉള്ള റേഷ്യോയിലും വ്യത്യാസം വരുന്നുണ്ട്. അതുപോലെ റൈഡിൻ്റെ സസ്പെൻഷനും കാര്യങ്ങളെല്ലാം സ്റ്റിഫറാവും. ഇപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. അതിപ്പോൾ നമ്മളൊരു ഹാഫ് ത്രോട്ടിലേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് ഇൻടേക്കിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്കിപ്പം വണ്ടി സ്റ്റോക്ക് വണ്ടിയിൽ നിന്ന് നമ്മൾ ഇൻടേക്കും കാര്യങ്ങളൊക്കെ കയറ്റി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. മൈക്ക് എത്രത്തോളം സൗണ്ട് പിക്കപ്പ് ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ നല്ല രസമാണ്. നമുക്ക് ഡ്രൈവർ നമുക്ക് ഒത്തിരി എൻജോയ് ചെയ്യാൻ പറ്റുന്ന സൗണ്ടും കാര്യങ്ങളൊക്കെയാണ്. വണ്ടി കാല് കൊടുത്താൽ ഒരഴിയില്ല, വണ്ടി എടുത്തോണ്ട് പോവാണ്. നൈസൊരു ഫീലാണ് വണ്ടിയുടെ. അത്യാവശ്യം ഇപ്പോൾ സ്പോട്ടിലെ കിടക്കുന്ന വണ്ടിയുടെ പോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഒപ്പം ഇൻടേക്ക് സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കാൻ പറ്റും. നമുക്ക് ക്ലസ്റ്റർ നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇവിടെ ബൂസ്റ്റ് ഗേജും കാര്യങ്ങളെല്ലാം ക്ലസ്റ്ററിൽ തന്നെ വരുന്നുണ്ട്. പക്ക ഒരു ഡ്രൈവർ ഓറിയൻറ്റഡ് വണ്ടിയാണ്. ഇപ്പോൾ നമ്മൾ കാല് കൊടുക്കുമ്പോൾ അതിൻ്റെ ബൂസ്റ്റ് കയറുന്നത് കാണാൻ പറ്റും. ഓൾമോസ്റ്റ് 30 PSI ഒക്കെയാണ് കാർ എയിം ചെയ്യുന്ന PSI വരുന്നത്. RPM ഗേജും അതിൻ്റെ മേളിൽ കാണിക്കുന്നത് കാണാം. വണ്ടി അത്യാവശ്യം നല്ല റെസ്പോൺസീവാണ്. ഈവൻ ദോ വണ്ടി സ്റ്റോക്ക് പവറിലാണെങ്കിലും നമ്മൾ ഇൻടേക്കും കാറ്റ് ബാക്ക് സിസ്റ്റം ഒക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ട് അതിൻ്റെതായ ചെറിയ റെസ്പോൺസ് വ്യത്യാസമൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഡൗൺ ഷിഫ്റ്റ് ഒക്കെ ചെയ്യുമ്പം ചെറിയ പോപ്സ് ആൻഡ് ബാങ്ക്സ് ഒക്കെ വരുന്നുണ്ട്.
അപ്പോൾ നമുക്ക് കാറിൻ്റെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, അപ്പം ഇന്നത്തെ നമ്മുടെ പണിയും കാര്യങ്ങളെല്ലാം തീർന്നിരിക്കുകയാണ്. ഇതിൻ്റെ ഇൻടേക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ പീസ്.